കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിയിൽ നമ്മോടൊപ്പം ചേരുന്നത് സൗദി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നിക്ഷേപക കമ്പനിയുടെ ചെയർമാനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുമാണ്. പേരെന്താണ്? ഷാക്കിർ ഹുസൈൻ എന്നാണ് പേര്. അറേബ്യൻ ഹൊറൈസൺ എന്നാണ് നമ്മുടെ പേരന്റ് കമ്പനിയുടെ പേര്. സൗദി അറേബ്യയിലാണുള്ളത്. താങ്കളുടെ പേര്? ഹുസൈൻ. താങ്കളുടെ പേര്? നയീം ഇക്ബാൽ, കമ്പനി സെക്രട്ടറിയാണ്. സൗദിയിൽ നിന്ന് വ്യവസായ നിക്ഷേപത്തിന് വേണ്ടിയിട്ടാണ് താങ്കളും സഹപ്രവർത്തകരും ഇവിടെ എത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് പദ്ധതികൾ, ഉദ്ദേശിക്കുന്ന പ്ലാനുകൾ എന്തൊക്കെയാണ്? നമ്മൾ നേരത്തെ ഇതേപോലെ ഒരു ആക്ഷൻ കേരളയിൽ ഗവൺമെൻറ് ഓഫ് കേരളയുടെ ഒരു ഇതിലായിരുന്നു നമ്മൾ പ്രൊജക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ലൈഫ് ഇൻഫ്യൂഷൻ ഫാർമസ്യൂട്ടിക്കൽസ് എന്നാണ് നമ്മുടെ കമ്പനിയുടെ പേര്. IV ഫ്ലൂയിഡിൻ്റെ മാനുഫാക്ചറാണ് നമ്മുടെ പ്രോസസ്സ്. സൗദിയിൽ നിന്ന് കേരളത്തിലേക്ക് നിക്ഷേപത്തിന് വരുമ്പോൾ എന്തെങ്കിലും നെഗറ്റീവ് അഭിപ്രായങ്ങളോ അങ്ങനെ എന്തെങ്കിലും തടസ്സങ്ങളോ ആരെങ്കിലും മുന്നോട്ട് വെച്ചിരുന്നോ, അതോ പോസിറ്റീവ് ആയിരുന്നോ മറ്റുള്ളവരുടെ പ്രതികരണം? ഒരിക്കലും അല്ല, നെഗറ്റീവ് മാത്രമായിരുന്നു. പ്രത്യേകിച്ച് എന്തുകൊണ്ട് ഇവിടെ നിക്ഷേപിക്കാൻ താങ്കൾ ഒരു താല്പര്യം കാണിക്കുന്നു? അത് വലിയൊരു ചോദ്യമാണ്. കാരണം നമ്മളെ ലൈഫിൽ നമ്മൾ സ്വന്തം നാടിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് പറയാം. നമ്മൾ 30 വർഷമായിട്ട് ഞാൻ പ്രവാസിയാണ്. GCC ആണ് നമ്മുടെ പ്രവർത്തന മേഖല. അപ്പോൾ ഒരു ഉൾവിളി ഉണ്ടായിരുന്നു, എന്തെങ്കിലും സംതിങ് ബാക്ക് ടു അവർ കമ്മ്യൂണിറ്റി എന്നുള്ള. അപ്പോൾ എന്തെങ്കിലും ഒന്ന് നമ്മുടെ നാട്ടിൽ തുടങ്ങണമെന്ന് പറയുമ്പോൾ ആ ചിന്ത വരുമ്പോൾ തന്നെ നമ്മളുടെ സർക്കിളിലെ എല്ലാവരും നെഗറ്റീവ് പറയായിരുന്നു. എല്ലാം റെഡ് ടേപ്പാണ്, ചുവപ്പ് നാടായിരിക്കും, നടക്കില്ല, കൊടി വരും, മറ്റേതൊക്കെ വരും. പക്ഷേ നമ്മൾ റിസ്ക് എടുക്കാൻ തീരുമാനിച്ചിരുന്നു. അങ്ങനെയല്ലേ യാഥാർത്ഥ്യം ഒന്ന് മനസ്സിലാക്കി? അത് സത്യത്തിൽ നമ്മൾ തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്നതല്ല, അല്ലെങ്കിൽ ഈ പറയുന്ന നെഗറ്റിവിറ്റി അല്ല യാഥാർത്ഥ്യത്തിൽ ഉണ്ടാകുന്നത്. നമുക്ക് നേരിട്ട് മന്ത്രിമാരുടെ ഇടപെടൽ വരെ നമ്മളെ സഹായിക്കാൻ പ്രത്യക്ഷത്തിലും അപ്രത്യക്ഷത്തിലും ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. ഒരു ഇൻവെസ്റ്റർ എന്നുള്ള ലെവലിൽ വരുമ്പോൾ, ഒരു ഓണ്ടർപ്രണർക്ക് ഒരു വിഷയം വരുമ്പോൾ അവരുടെ അടുത്ത് ആ മെസ്സേജ് കറക്റ്റ് എത്തുവാണെങ്കിൽ ഡയറക്റ്റ്, ഇപ്പോൾ രാജീവ് സാറ് നമുക്ക് ഡയറക്റ്റ് ഇടപെട്ടിട്ട് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു പൊളിറ്റിക്സിനപ്പുറം ഈ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ് ഡെഡിക്കേറ്റഡ് ആണ് ഇപ്പോഴത്തെ ഭരണത്തിലുള്ള ആൾക്കാരെന്ന് എനിക്ക് സ്വന്തമായിട്ട് അനുഭവമുള്ള ഒരാളാണ്. കാരണം എനിക്ക് ഇതേ ബിസിനസ് ഞാൻ ഹൈദരാബാദിൽ ചെയ്യുന്നുണ്ട് നമുക്ക്. അപ്പം അതിനേക്കാൾ പലപ്പോഴും പറയലുണ്ടായാലും അവിടെ ഭയങ്കര സ്വർഗ്ഗമാണ് ധ്യാനം വരും. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറം ഇവിടെ നിന്നുള്ള ഈ ചുവപ്പ് നാടാന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായം പറയുന്നത് കേട്ടറിവ് മാത്രമാണ്. ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കേട്ടറിവ് മാത്രമാണ്, കണ്ടറിവ് നേരെ വിപരീതമാണ്. എന്ന് വെച്ചാൽ നമുക്ക് പല കാര്യത്തിലും അവർ നേരിട്ട് നമ്മളെ സഹായിക്കുന്ന സിസ്റ്റമാണ് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ 1-2 വിഷയങ്ങൾ നമ്മൾ ഈ ബിസിനസ്സിനപ്പുറം പറഞ്ഞപ്പോഴൊക്കെ അത് അവർ കൺസിഡർ ചെയ്യും, നേരിട്ട് ഇടപെട്ടത് അതിന് പരിഹാരങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഭയങ്കര സന്തോഷമാണ് നമുക്ക്. എനിക്ക് പറയാനുള്ളത്, ഈ പറയുന്ന പോലെ GCC ബേസ്ഡ് ഒരുപാട് ഓണ്ടർപ്രണേഴ്സ് ഉണ്ട്. അവരുടെ കപ്പാസിറ്റിയും കാലിബറും ക്രിയേറ്റിവിറ്റിയും ഒക്കെ പോകുന്നത് മറ്റുള്ള രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കൂട്ടത്തിൽ ചെറുതെങ്കിൽ ചെറുത്, അല്ലെങ്കിൽ അവനവന് പറ്റുന്ന കൂട്ടമായിട്ടോ ഒറ്റയായിട്ടോ അവനവൻ്റെ നാട്ടിൽ ഇപ്പം കേരളം എന്ന് പറയുന്നത് ഞാൻ കേട്ട പോലെ കേട്ടത് ആയിരിക്കും മറ്റുള്ള നിക്ഷേപകരൊക്കെ. അപ്പോൾ അത് മറിച്ച് ഇവിടെ വന്ന് അനുഭവസ്ഥർ പറയുന്നത് കേൾക്കണം, എന്നിട്ട് നമ്മുടെ നാട്ടിൽ നിക്ഷേപം ഇറക്കണം, നമ്മൾ കൂട്ടായി വളരണം എന്നുള്ളതാണ്. കേരളത്തിലെ വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തെക്കുറിച്ച് വലിയ ആത്മവിശ്വാസമാണ് സൗദി പ്രവാസി കൂടിയായ ഒരു നിക്ഷേപക കമ്പനിയുടെ ചെയർമാൻ കൂടിയായി ഇദ്ദേഹം പങ്കുവയ്ക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകൻ എന്നുള്ള നിലയിൽ താങ്കൾ നാട്ടിൽ തന്നെ താമസിക്കുന്ന ആളാണല്ലേ? ആണ്. നിലവിൽ നാട്ടിലാണോ? താങ്കൾക്ക് എന്താണോ തോന്നുന്നത് ഇവിടുത്തെ വ്യവസായ അന്തരീക്ഷത്തെക്കുറിച്ച്? ചെയ്തിരുന്നു. ഞങ്ങൾ ഈജിപ്തിൽ നിന്നൊക്കെ ഓറഞ്ച് ഇറക്കിയിരുന്നു ഇവിടെ. അപ്പോൾ അതൊക്കെ ഇവിടെ ഓവർ കസ്റ്റംസ് ഡ്യൂട്ടിയും ഇറക്കിയിട്ട് ചിലവില്ലാതെയും പ്രോത്സാഹനം വളരെ കമ്മിയാണ്. ഓവർ ചിലവ് വരിക, പൈസ ഇൻകമിങ് കമ്മി, ഇങ്ങനെയൊക്കെ ഇതൊക്കെ നിർത്തി വെച്ചേക്കാണ്. വീണ്ടും നമുക്ക് തുടങ്ങണം, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, കാശ് ഇറക്കണം, ചെയ്യണം എന്നൊക്കെ ഉണ്ട് കേരളത്തിൽ. വിദേശ രാജ്യത്തിനേക്കാളും ചെയ്യുന്നതിലും നമ്മുടെ നാടാണ് നമുക്ക് എപ്പോഴും ബെറ്റർ. മുൻകാലങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ വ്യവസായ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായി. അതിൻ്റെ കൂടി ആത്മവിശ്വാസത്തിൻ്റെ പുറത്താണോ താങ്കൾ ഇപ്പോൾ നിക്ഷേപത്തിന് ഒരുങ്ങുന്നത്? അതെ, അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വീണ്ടും അതിൻ്റെ ഒരു ഉദ്ദേശം തന്നെ നമ്മൾക്ക് മനസ്സിൽ ഒരു ആഗ്രഹം വീണ്ടും വരികയാണ്. നമ്മളെ നാട്ടിൽ വീണ്ടും ചെയ്ത് മുന്നോട്ട് പോകാൻ എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്. ചരിത്രപ്രധാനമായിട്ടുള്ള ഒരു വ്യവസായ ഉച്ചകോടിയാണ് ഇവിടെ നടക്കുന്നത്. അത് സംസ്ഥാന സർക്കാരിൻ്റെ കൃത്യമായ കാര്യക്ഷമമായ ഇടപെടൽ കൊണ്ടുകൂടിയാണ് ഇങ്ങനെ ഒരു ഉച്ചകോടി സംഭവിക്കുന്നത്. വലിയ ജനപങ്കാളിത്തമാണ് കൂടിയാണ് നമ്മളിവിടെ കാണുന്നത്. എന്തു തോന്നുന്നു ഈ വലിയ സ്വീകാര്യത കാണുമ്പോൾ? ഇപ്പോൾ ഈ ലാസ്റ്റ് ഒരു 5 ഇയേഴ്സൊക്കെ ആയിട്ട് നമ്മൾ ഇപ്പം ആസ് പെർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം നമുക്ക് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരള നമുക്ക് ഫസ്റ്റ് റാങ്കിങ്ങിൽ വരുന്നുണ്ട്. അപ്പോൾ അത് വെറുതെ കിട്ടുന്ന റാങ്കിങ് അല്ലല്ലോ. കാരണം അതിൻ്റെ
നമ്മുടെ ലീഗലൈസ്ഡ് ആയിട്ടുള്ള നമ്മൾ ആ ഒരു ഫോർമാറ്റിലേക്ക് നമ്മുടെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നാണെങ്കിൽ ലൈസൻസിങ് ആണെങ്കിലും അതിൻ്റെ എല്ലാ അപ്രൂവൽസ് ആണെങ്കിലും നമുക്കതിൻ്റെ അനുഭവസ്ഥർ പറഞ്ഞ ആ ഒരു രീതിയിലേക്ക് നമുക്കത് കിട്ടുന്നുണ്ട്. ഇപ്പം നമുക്കാണെങ്കിൽ ഇപ്പോൾ GCC എന്നൊക്കെ കുറേ കമ്പനീസ് വന്നിട്ട് ഇന്ത്യയിൽ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നുണ്ട് ഇപ്പം. കാരണം അത് വെറും NRIs മാത്രമല്ല, ഫോറിനേഴ്സ് തന്നെ സൗദിയിൽ നിന്നും UAE യിൽ നിന്നുമൊക്കെ ഒമാനിൽ നിന്നൊക്കെ വന്നിട്ട് ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി ഒരു 2 കൊല്ലത്തിൻ്റെ ഉള്ളിൽ നമ്മൾ തന്നെ ഒരു 10-20ഓളം ഫോറിൻ കമ്പനികൾ തന്നെ രജിസ്റ്റർ ചെയ്തു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇവിടെ സൗഹൃദമാണെന്നുള്ളതാണ്. അല്ലാതെ അങ്ങനെ ഒരു കമ്പനീസ് ഇങ്ങോട്ട് വരില്ല. അപ്പം എന്തായാലും ഇതൊരു തുടക്കം എന്നല്ല, ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നൊരു പ്രോസസ്സാണ്. താങ്കളുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് KSIDCയുടെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു, അതിലൊരു വിജയം സംഭവിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് അതിൻ്റെ ഒരു കഥ? KSIDC നമുക്ക് വലിയ ഫൈനാൻസ് ചെയ്യുന്നുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നത് 21 കോടി രൂപ നമുക്ക് ഫണ്ട് ചെയ്യുന്നുണ്ട്. അപ്പം അത്രയും സപ്പോർട്ടുകളുണ്ട്. അതൊന്നും നമ്മൾ പ്രതീക്ഷേനേക്കാളും ഫാസ്റ്റായിരുന്നു എന്നുള്ളതാണ്. വലിയ കൊളാറ്ററൽ സെക്യൂരിറ്റിയോ ഇല്ലാതെ ബേസ്ഡ് ഓൺ നമ്മുടെ പ്രൊജക്റ്റ് കേരളത്തിൽ അത്തരം ഒരു പ്രൊജക്റ്റ് ആദ്യമായിട്ടാണ് വരുന്നത്. സൗത്ത് ഇന്ത്യ തന്നെ ആ ഒരു ടൈപ്പ് ഓഫ് പ്രൊജക്റ്റ് ഫസ്റ്റാണ്. പിന്നെ അത്രയും അതിൻ്റെ കൂട്ടത്തിൽ പറയേണ്ടത് അത്രയും ജനങ്ങൾക്ക് ജോലി കൊടുക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാക്കുന്നുണ്ട് അതിനകത്ത്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഫാർമസ്യൂട്ടിക്കൽ ഫീൽഡിലുള്ള മാനുഫാക്ചറേഴ്സ് കുറവാണ് നമ്മുടെ ജനസംഖ്യയും ഒക്കെ നോക്കുമ്പോൾ കേരളത്തിൽ. അപ്പോൾ ഇത്രയും നല്ലൊരു അന്തരീക്ഷം ഉണ്ടാവുക, ഞാൻ പറയുന്നത് വ്യാവസായികത്തിനേക്കാളപ്പുറം നമ്മളിപ്പോൾ ഗ്രീൻ സോണിലാണ് ഉള്ളത്. അവിടെ ഈ കണ്ടാമിനേഷൻ അല്ലെങ്കിൽ വാട്ടറിൻ്റെ പ്യൂരിഫിക്കേഷൻ സംഗതികളൊക്കെ വളരെ പെർഫെക്റ്റായിട്ട് കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ സംഗതികൾ. വളരെ നല്ല ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത്. ഓക്കെ, വളരെ നന്ദി.